വിശുദ്ധ ഹർമ്മകളുടെ പുണ്യഭൂമിയിലേക്ക് ഹരിവർണ്ണം കൊടുക്കുന്ന KMCCയുടെ ഈ വേദിയിലേക്ക് ഹാർദവമായ സ്വാഗതം. അബൂക്ക് ബക്കർ KP എന്ന ആൾക്ക് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നു. KMCCയിലേക്ക് പുതിയമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പെരിന്തൽമണ്ണ മണ്ഡലം KMCC പ്രസിഡന്റ് തങ്ങൾ അവർകളെ, വേദിയിലിരിക്കുന്ന KMCCയുടെ പ്രിയങ്കരനായ നേതാവ് KP, മറ്റാദരണീയരായ നേതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എന്നെ നെറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ നെറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ള പ്രദേശങ്ങളിലെ KMCCയുടെ പ്രവർത്തകരെ, വാസ്തവത്തിൽ KP പറഞ്ഞ പോലെ എനിക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. അതായത് ഇത് ജിദ്ദയാണോ അതോ നാടാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കാൻ ഞാൻ. സൗദി അറേബ്യയിലും മറ്റുള്ള പല ശേഷം സൗദി അറേബ്യയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതിന്റെ മുമ്പേ പല പ്രാവശ്യവും സൗദി അറേബ്യയിലെ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ MLA ആയിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ ഞാൻ കണ്ടിട്ടില്ല. ഒരു 10-14 മാസങ്ങൾക്ക് മുമ്പ് ആദരണീയനായ ഹൈദരലി ശിഹാബ് തങ്ങളെ കയ്യിൽ നിന്നും മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് വാങ്ങിയപ്പോ അത് ഇത്രയും ഉയരത്തിലേക്ക് പോകുന്ന എനിക്ക് ഓർക്കാൻ കൂടി കഴിഞ്ഞിരുന്നില്ല. ആ കാലഘട്ടത്തിൽ സത്യം ഞാൻ വിചാരിച്ചിരുന്നത് എന്താ, 10 വർഷം അല്ലെങ്കിൽ 10-15 വർഷം മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ച ഒരാള് മുസ്ലിം ലീഗിലേക്കാണ് പെട്ടെന്ന് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്കാണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ ഒരു ചെറിയ വിഷമം ഉണ്ടാവും. എന്നിരുന്നാലും ഞാൻ ചെയ്ത തെറ്റ്, അതിനൊരു തോബ എന്നുള്ള നിലയിലാണ് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും പണിയെടുക്കുക, അവിടെ പോയിട്ട് അവരുമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയാണ് മാറിക്കിട്ടുന്നുള്ള നിലയിലാണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തത്. പക്ഷേ ആ മെമ്പർഷിപ്പ് എടുത്ത ആ നിമിഷം മുതൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകര് എന്നെയും എന്റെ കൂടെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന എല്ലാ ആൾക്കാരെയും നെഞ്ചിലേറ്റി എന്നുള്ളതാണ് സത്യം. അത് ഇത്രയും വളരെ സുഖകരമായിട്ടുള്ള ഒരു ഇതായിരിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. മനുഷ്യരല്ലേ, സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ മനസ്സിലുണ്ടാകുമല്ലോ. കാരണം ഞാൻ പരാജയപ്പെടുത്തി ഒന്ന് മജീദ് സാഹിബിനെയാണ്, ഒന്ന് പ്രിയങ്കരനായ എന്റെ സുഹൃത്ത്, ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു ആ സമയത്ത്, മുനീർ സാഹിബിനെയാണ്. ജനങ്ങൾ അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് മറക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ഞാൻ ആ മെമ്പർഷിപ്പ് എടുത്ത ആ നിമിഷം മലപ്പുറത്ത് ആ സ്റ്റേജിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അവിടെ മുമ്പിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, അതൊന്നും നിങ്ങൾ പറയണ്ടാക്കി ഞങ്ങൾ മറന്നോളാം. അതാണ് മുസ്ലിം ലീഗ്. ആ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് തന്നെ ഞാൻ ഒരിക്കലും നനച്ചിരിക്കാതെയാണ്. പെട്ടെന്ന് മങ്കട മണ്ഡലത്തിൽ ഒരു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവിടെ സമ്മതിച്ചു. പക്ഷെ ഞാൻ സമ്മതിച്ച സമയത്തും ഒരു 10-15 വോട്ടിനാണ് ഷഹീദാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആദ്യം ഞാൻ തോറ്റത് വെറും 1000 വോട്ടിനാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്ന എല്ലാ സ്ഥലത്തും ചെന്നപ്പോ തോറ്റാലും ജയിച്ചാലും നിങ്ങളെ കൂടെ ഉണ്ടാവും ജനങ്ങള്. ഞാൻ തോറ്റിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തോറ്റതാണ്, എനിക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തരാൻ കഴിയില്ല. പക്ഷെ അവര് പറഞ്ഞു, എന്താ നിങ്ങൾ തോറ്റാലും ജയിച്ചാലും ഞങ്ങളെ കൂടെ ഉണ്ടാവുന്ന പറഞ്ഞ, നിങ്ങൾ ഞങ്ങളെ കാര്യങ്ങൾ ശരിയാക്കി തരണം. ഞാൻ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഏറ്റെടുത്തു. അവിടെ കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നും നോക്കാതെ എന്റെ കഴിവിന്റെ പരമാവധി പ്രവർത്തിച്ച് ജനങ്ങളുടെ കൂടെ നിന്നു. 2ാം പ്രാവശ്യം ഇലക്ഷൻ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് തോറ്റൊരാൾക്കുണ്ടാവില്ല ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഞാനൊരു മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ട് എനിക്കും ആഗ്രഹം ഉണ്ടായി. പക്ഷെ ഞാനൊക്കെ തീരുമാനിക്കുന്നതിന്റെ മുമ്പ് തന്നെ നാട്ടിൽ നമ്മളെ പാലോടി ബൊമ്മാലിയുടെ വീടിന്റെ ഒക്കെ മുമ്പിലാണ് വലിയൊരു ബോർഡ് വന്നത്, ഞാൻ അവിടെ മത്സരിക്കുകയാണെന്ന്. അവിടുത്തെ
ഇടതുപക്ഷ പ്രവർത്തകര് ആണ്ട് എഴുതി വെച്ചു വലിയൊരു ബോർഡ്, ഞാൻ ഇവിടെ മത്സരിക്കും, അതായത് ഞാനായിരിക്കും സ്ഥാനാർത്ഥി, എനിക്ക് വോട്ട് ചെയ്യാം. അങ്ങനെ വീണ്ടും അവിടെ മത്സരിക്കേണ്ടി വന്നു. ആ മത്സരത്തിൽ ജയിച്ചു, വീണ്ടും നാട്ടിൽ പ്രവർത്തിച്ചു. പിന്നെ വാസ്തവത്തിൽ ഞാൻ മത്സരിക്കേണ്ടെന്ന് ഉറപ്പായിട്ട് തീരുമാനിച്ച മുനീർ സാഹിബിന്റെ ഒക്കെ ആ കാലഘട്ടങ്ങളിൽ ഞാൻ മുനീർ സാഹിബിനോടും പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിലൊരു മത്സരം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ നിയമസഭയിൽ നിന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണ്. പക്ഷെ വീണ്ടും ആ മത്സരം വന്ന് ഞങ്ങൾ അങ്ങോട്ട് മത്സരിക്കേണ്ടി വന്നു. മത്സരിച്ച് വീണ്ടും വിജയിച്ചു. ആ കാലഘട്ടങ്ങളിലാണ് ഞാൻ പ്രവർത്തിച്ചിരുന്ന മുന്നണി ഏത് നിറത്തിലാണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഞങ്ങളാകെ 40 പേരാ പ്രതിപക്ഷത്ത്. ആ സമയം മുഴുവനും ഞങ്ങൾക്ക് നിയമസഭ ഉണ്ടെങ്കിൽ ഞങ്ങൾ നടുത്തളത്തിലാണ്. UDF എന്തെങ്കിലും ഒരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്കത് പിന്നെ നടപ്പിലാക്കാൻ പാടില്ല. അന്നാണ് നമ്മുടെ സ്വാശ്രയ കോളേജിന്റെ ഇത് വന്നത്. കേരളം കണ്ട ഏറ്റവും അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയൊരു നിയമമാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കോളേജുകൾ വരണം. വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് രക്ഷയുള്ളൂ. അവിടെ സാധാരണക്കാരായ പാവപ്പെട്ട ധാരാളം ജനങ്ങളുണ്ട്, അവരുടെ മക്കളുണ്ട്, നല്ല മിടുക്കരായ കുട്ടികളാണ്. അവർ പഠിച്ചു വളരുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കോളേജുകൾ വേണം. ഫീസ് കൊടുത്തിട്ടാണെങ്കിൽ 50% ഗവൺമെന്റ്, 50% മറ്റുള്ള ഫീസ് കൊടുക്കാൻ കഴിവുള്ള കുട്ടികൾ. ആ രീതിയിൽ AK ആന്റണി ഒരു നിയമം വന്നപ്പോൾ ഞാൻ അതിനെ വളരെ സന്തോഷിച്ച് ഞാൻ അതിനെ അനുകൂലിച്ചു. അപ്പൊ അന്ന് ഇടതുപക്ഷം പറഞ്ഞു, ഇതിവിടെ നിയമം നടപ്പിലാക്കാൻ പറ്റില്ല, നമ്മൾ സമരത്തിന് ഇറങ്ങും. അപ്പൊ ഞാൻ ചോദിച്ച നേതാക്കന്മാരോട്, അല്ല ഇതൊരു ശരിയല്ലാത്ത കാര്യം, നമ്മുടെ നാട് നിങ്ങൾ പിന്നിലേക്ക് വലിക്കുകയാണ്. ഈ നാട് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം തന്നെ, നമുക്കിവിടെ ഇൻഡസ്ട്രി ഇല്ല, നമുക്കിവിടെ കൃഷി സ്ഥലങ്ങളില്ല. കുട്ടികൾ പഠിച്ചു വളരണം, വിദേശത്ത് അവിടെ പോയി ജോലി ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ നാട് രക്ഷിക്കാൻ കഴിയുക. അതല്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവര് പറഞ്ഞു അത് ശരി തന്നെയാണ്, പക്ഷേ അതിപ്പോ നമ്മളാണ് സമ്മതിച്ച് അവിടെ കുറെ കോളേജുകൾ വരും, അപ്പൊ പിന്നെ സ്ഥിരമായിട്ട് UDF അവിടെ ഭരിക്കും, അപ്പൊ നമുക്ക് ഒരു ഇത് കിട്ടില്ല. ഞാൻ വിചാരിച്ചൊരു തമാശയാണ്, എന്നോട് തമാശ പറഞ്ഞതാന്ന് വിചാരിച്ചു. സ്മാർട്ട് സിറ്റി വന്നു. സ്മാർട്ട് സിറ്റി പറഞ്ഞാൽ എന്താ, അത് റിയൽ എസ്റ്റേറ്റ് ആണ്. ആ സ്മാർട്ട് സിറ്റി 5 വർഷം, അതായത് 5 വർഷമല്ല 5-8 വർഷം മുമ്പെയാണ് ആ പദ്ധതി അവിടെ നമ്മൾ പ്ലാൻ ചെയ്തത്. ആ പദ്ധതി പ്ലാൻ ചെയ്ത് UDF ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്ന തൊട്ട് മുമ്പ് അത് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ പറ്റിയില്ല. ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു, പുതിയ ഗവൺമെന്റ് ആരാ വരുന്നത് അവർ തീരുമാനിക്കട്ടെ, എഗ്രിമെന്റ് അവർ സൈൻ ചെയ്യട്ടെ, മറ്റുള്ള കടലാസുകളും നെഗോസിയേഷനും എല്ലാം റെഡി. ആ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പുതിയ LDF വന്നു. 100 ദിവസം പരിപാടിയിൽ ഉൾപ്പെടുത്തി അത് എഗ്രിമെന്റ് സൈൻ ചെയ്തു. പക്ഷേ 5 വർഷത്തെ ഭരണം കൊണ്ട് ഒരു കൊട്ട പൂഴിമണ്ണ് പോലും ആ സ്ഥലത്ത് ഇടാൻ പറ്റിയില്ല. തർക്കം, അങ്ങോട്ടും തർക്കം. നിങ്ങൾ പ്രവാസികളാണ്, നിങ്ങൾ ലോകം കണ്ടവരാ, നിങ്ങൾക്ക് അറിയാം എന്താണ് സ്മാർട്ട് സിറ്റി. 5 വർഷം മുമ്പേ ആ സ്മാർട്ട് സിറ്റി നമ്മളെ കൊച്ചിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ 1 ലക്ഷം ആൾക്കാർക്ക് ജോലി കിട്ടുന്നവരല്ല കാര്യം. അതിനോടനുബന്ധിച്ച് പിന്നെയും കുറേയധികം കാര്യങ്ങൾ അവിടെ വരാനുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ വരും. അത് ഇന്ന് നമ്മൾ സ്മാർട്ട് സിറ്റി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ എഡ്യൂക്കേഷൻ സിറ്റി ആയിരിക്കാം, മറ്റന്നാൾ സ്പോർട്സ് സിറ്റി ആയിരിക്കാം, മറ്റന്നാൾ എക്കണോമിക് സിറ്റി ആയിരിക്കാം. അതൊരു ഉദാഹരണമായിട്ട് മാറുമായിരുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു സംഗതിയാണ്. അതെന്ത് ചെയ്തു, 5 കൊല്ലം അങ്ങോട്ടും പറഞ്ഞത് തന്നെ വേസ്റ്റാക്കി. സ്മാർട്ട് സിറ്റി അതേപോലെ ഈ പ്ലാൻ ചെയ്ത നമ്മളെ പരിപാടികളൊക്കെ മാൾട്ടയിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും പോയി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, ഒപ്പിട്ടു, അതിന്റെ പ്രശ്നങ്ങൾ തീർത്തു, അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെ അന്ന് 5 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ടെങ്കിലുള്ള ആ ഗുണം നമ്മുടെ നാടിന് ഒരിക്കലും അത് കിട്ടില്ല, ഉറപ്പാണ്. അന്നത് വരികയാണെങ്കിൽ ചാൻസസ് ഉണ്ടായിരുന്നു, ധാരാളം ചാൻസസ് ഉണ്ടായിരുന്നു. ഇന്ന് ലോകത്തെല്ലാ സ്ഥലത്തും ഇതേപോലുള്ള പദ്ധതികൾ വന്നു. നമ്മൾ നഷ്ടപ്പെട്ട ആ ഒരു പ്രതാപം നമുക്കിനി എങ്ങനെ കിട്ടുക? നമ്മളെ നഷ്ടപ്പെട്ട ഒരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു ചാൻസ് എങ്ങനെ നമുക്ക് മടക്കി കിട്ടുക? അതുപോലെ തന്നെ നമ്മൾ വിഴിഞ്ഞം പദ്ധതി, ഏതൊരു വികസനം, ഞാൻ കൂടുതൽ സമയം എടുത്തുകൊണ്ട് ഓരോരോ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. ആ വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ വലിയൊരു പോർട്ടാണ്. തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞത്ത് നമ്മളൊരു നാച്ചുറൽ പോർട്ട്, അതായത് നമുക്ക് അവിടെ ഡ്രഡ്ജിങ് വേണ്ട, എത്ര ഹൈറ്റുള്ള കപ്പൽ വന്നാലും എത്ര വലിയ കപ്പൽ വന്നാലും അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സാധാരണ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ നിങ്ങൾക്കൊക്കെ അറിയാതെ. ലോകത്ത് ഇതേപോലുള്ള വളരെ അപൂർവം സ്ഥലങ്ങളുള്ളൂ. അതിൽ ഒന്ന് ഹോങ്കോങ്.
അത് കഴിഞ്ഞ ഇവിടെ അവിടെ വരുന്ന ആ പദ്ധതി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന കപ്പലുകളിൽ നമ്മൾ ഡീസൽ അടിക്കുന്ന അതിന്റെ ടാക്സ് കൊണ്ട് മാത്രം തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം ജില്ലയ്ക്ക് അവിടെ പിന്നെ ഇതാവുമായിരുന്നു. കേരളം തന്നെ വളരെ വലിയൊരു പിന്നെ ഇതായിട്ട് മാറുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അതിന് അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണം, പിന്നെ മറ്റേ ഇന്റർനാഷണൽ ടെൻഡർ വിളിക്കണം, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് നീട്ടിവെച്ചു. അതുപോലെ തന്നെ UDF-ന്റെ വളരെ ഒരു പെറ്റ് പ്രോജക്റ്റ് ആയിരുന്നു എന്ത്, നമ്മുടെ എറണാകുളത്തുള്ള കൊച്ചിയിലുള്ള മെട്രോ. എന്തെങ്കിലും ഒരു സംഗതി അതിന്റെ മുകളിൽ ചെയ്യാൻ പറ്റുമോ? അതിങ്ങനെ പറഞ്ഞു നീട്ടുക. നമ്മളെ നാട് പിന്നെ എല്ലാ നാടും നന്നായിക്കൊണ്ടിരിക്കുക, നമ്മൾ മാത്രം പിന്നിലേക്ക് പോകും. LDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പിന്നെ പിന്നിലേക്ക് ഒരു 10-20 കൊല്ലം പിന്നിലേക്ക് കൊണ്ടുപോകും. പിന്നെ UDF വീണ്ടും വരും, കുറെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഇനി LDF വരുന്ന ആ കാലഘട്ടങ്ങളിൽ പിന്നിലേക്ക് കൊണ്ടുപോയി. അത് ശരിയല്ല. നമ്മൾ നാടിനോട് ചെയ്യുന്ന തെറ്റാണ്, ഇവിടുത്തെ ചെറുപ്പക്കാരോട് ചെയ്യുന്ന തെറ്റാണ്, ഇവിടുത്തെ പാവങ്ങളോട് ചെയ്യുന്ന തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. പിന്നെ നമുക്ക് 10 രൂപ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ, അങ്ങനെ അവിടെ പലരും ഉണ്ടാക്കുന്നത് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. അതൊരു വെറുതെ കോംപ്ലിക്കേഷനാണ്, അവര് വെറുതെ ഒരിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു രീതി കൊണ്ടാണ് ഞാൻ മുസ്ലിം ലീഗിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഞാൻ ആ പാർട്ടിയായിട്ട് സലാം പറയാം. അന്ന് MLA ആയിരുന്നു ഞാൻ, കുറേയധികം അധികാരങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. നിങ്ങളെ മുന്തി മക്കൾ നിങ്ങളെ വിളിച്ചോടി നടത്തിയാണ്ട് ഇറങ്ങിപ്പോരാനുള്ള കാരണം അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് ശരിയല്ല, അത് നാട് ശരിയല്ല, അത് നമ്മളെ നാടിന് പിന്നോട്ട് വലിക്കും. അങ്ങനെ ആ കാലഘട്ടങ്ങളിലാണ് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബുകളും പിന്നെ പ്രിയങ്കരനായ നമ്മുടെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ മുസ്ലിം ലീഗിൽ അംഗത്വം എന്നോട് ക്ഷണിച്ചത്. അവിടെ KP പറഞ്ഞിട്ടുണ്ട് ഫാദറിലും പിന്നെ മുസ്ലിം ലീഗിന്റെ പിന്നെ ഫാദറിലൊക്കെ പോട്ടെ, ഞാൻ തന്നെ അത് ഞങ്ങൾ 100 കൊല്ലത്തെ ബന്ധം അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടപ്പോ കുറേയധികം അദ്ദേഹത്തിന്റെ പഴയ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ 2ാം പ്രാവശ്യം മുനീർ സാഹിബുമായി മത്സരിച്ച് മുനീർ സാഹിബ് ഞാൻ ജയിച്ചതിന് ശേഷം വളരെ ഓർമ്മ വന്നു. ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടെ വലിയൊരു പരിപാടി പദ്ധതി തയ്യാറാക്കി. മുനീർ സാഹിബിനെ നിർബന്ധിച്ച് നിങ്ങൾ എന്തായാലും വരണം. ഞാൻ ചെന്നപ്പോ ഞാനല്ലാതെ ഒരു പിന്നെ മറ്റുള്ള ഒക്കെ മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കന്മാർ, വേറൊരാളും ഇല്ല. ഞാൻ വളരെ മടിച്ചു ചെല്ലുന്നത്. കാരണം മുനീർ സാഹിബ് ഞാൻ മത്സരിച്ച് ഞാൻ ജയിച്ചു, മുനീർ സാഹിബ് പരാജയപ്പെട്ട് 2 മാസമായിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കുണ്ടല്ലോ ഒരു ചമ്മല്, കാരണം ഞങ്ങൾ ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ സ്നേഹിതന്മാരാണ്. ചെന്നപ്പോ തന്നെ കാണുന്നത് മജീദ് സാഹിബിനെ. മൂപ്പരിനെ വളരെ സ്നേഹത്തോടു കൂടി ഒരു സൈഡിൽ കൊണ്ടേയിരുത്തി. അപ്പോഴേക്ക് നടുവിലും പുറത്ത് മജീദ് സാഹിബ് പുറത്ത് നിന്നു. അപ്പൊ വന്ന് കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ. ഞാൻ പറഞ്ഞു ഫോട്ടോ ഇപ്പൊ വേണ്ട, ഞങ്ങളൊക്കെ ഞങ്ങളോട് അറിയുന്ന ആൾക്കാരാണ്. അതന്നെയായ മുഹമ്മദ് ശിഹാബ് തങ്ങൾ വന്നു. ഞങ്ങൾ അദ്ദേഹത്തെ പിന്നെ സ്റ്റേജിലേക്ക് അനുഗമിച്ചു. തങ്ങളൊരു സൈഡിലിരുന്നു. മുനീർ സാഹിബ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കസേരയിലേക്ക് കയറിയിരുന്നിട്ട് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ അല്ലോട് ഇങ്ങോട്ട് വരാൻ പറയും. അതിന് സംഭവിച്ച പിന്നെ ഞാൻ ആദ്യത്തെ 2ാമത്തെ പ്രാവശ്യം ജയിച്ച് പിന്നെ കഴിഞ്ഞ ഉടനെ തങ്ങൾ ചിരിച്ചു. അതേ രീതിയിലുള്ളൊരു പുഞ്ചിരി ലോകത്ത് ഒരാൾക്കും ഞാൻ കണ്ടില്ല. മുഹമ്മദ് ശിഹാബ് തങ്ങളെ എല്ലാവരും അടങ്ങിയിട്ടുണ്ടാവും. തങ്ങളിങ്ങനെ ചിരിച്ച് എന്റെ മുഖത്ത് വന്ന് നോക്കി. മുനീർ സാഹിബ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ വിളിച്ചാൽ അലി വരാതിരിക്കില്ല, എനിക്കറിയാം. ആ തങ്ങളിനോട് പറഞ്ഞത്, അലി നിങ്ങളോട് മുനീർ സാഹിബ് ഇപ്പുറത്തേക്ക് മാറിയിരിക്കാനാ പറയണത്. അതായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ.
അത്രയും ബന്ധമുണ്ടായിരുന്നു. വേറൊരു കാര്യം, കാരണം ഞാൻ തന്നെ പേടിച്ചു പോയി. എന്താണ് ഇപ്പം പിന്നെ തങ്ങൾ പറയണേ സ്വാഭാവികമായിട്ട് ഇത്ര ബന്ധമുള്ള ഒരാളാണ്, ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്, എന്താണ് പറയുന്നത്? പക്ഷേ അദ്ദേഹം ഇതിനനുസരിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അലി നിങ്ങളോട് ഇങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു മുന്നേ. ഇതേ രീതിയിൽ തന്നെ വേറൊരു സംഗതി, ഞങ്ങള് ട്രെയിനിൽ വരിക രാത്രി, MLA-മാരൊക്കെ ഉണ്ട്. അപ്പൊ ഒരു MLA രാഷ്ട്രീയം പറഞ്ഞ കൂട്ടത്തില് തങ്ങളെ പറ്റി ഒരു സുഖമില്ലാത്തൊരു സംഗതി പറഞ്ഞു. അപ്പൊ ഞാനും ആ MLA അപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ MLA-മാരാണ്, ഞാൻ അവരെ കണ്ടിട്ടില്ല. ഞാൻ വളരെ വയലന്റായി, നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നത്, നിങ്ങളെ മൂപ്പരെ പറ്റി അറിയോ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറേയാണ് പറഞ്ഞത്. അപ്പൊ ഇയാൾ പിന്നെ ഈ MLA വളരെ അത്ഭുതത്തോടു കൂടി കേട്ടു. ഹലോ, അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. ലൈവ് ID DC ആയി പോയിട്ടുണ്ട് നാസർക്ക. പിന്നെ ലൈവ് IDയുടെ ആ സിസ്റ്റം ശരിയില്ലെങ്കിൽ ഉടനെ നാസർക്ക് ആരെങ്കിലും ലൈവ് ടീമിൽപ്പെട്ട ആരെങ്കിലും മൈക്ക് എടുത്ത് ആ പരിപാടി വീണ്ടും കൊടുക്കുക. ലൈവ് ID വരുമ്പോൾ ലൈവ് ID എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ദുഃഖമായിട്ട് ഞാനിങ്ങനെ പിന്നെ കൊണ്ടു നടക്കണം. ഞാൻ കൂടുതൽ ഇനി ആ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗിലേക്ക് വന്നതിന് ശേഷം ചോദിച്ചു, CPM-ലെ നേതാക്കന്മാരെല്ലാം നിങ്ങൾ എങ്ങനെയുണ്ട്, എന്താണ് ആ സ്ഥിതി അവിടുത്തെ? നിങ്ങൾക്ക് എന്നോട് പോരണോന്ന് ചോദിച്ചാൽ, അല്ല അതല്ല, പക്ഷെ എന്നാലും എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇത്രയും സിൻസിയറായ യാതൊരു താല്പര്യമില്ലാത്ത അണികളുള്ള ഏക പാർട്ടി മുസ്ലിം ലീഗാണ്. ഇവർക്കാർക്കും പഞ്ചായത്ത് മെമ്പർമാരാകണ്ട, ഇവർക്കാർക്കും പിന്നെ MLA ആകണ്ട, MP ആകണ്ട, പ്രസിഡന്റ് ആവണ്ട, ബാങ്ക് സെക്രട്ടറി ആവണ്ട, ഡയറക്ടർ ആവണ്ട, ഒന്നും വേണ്ട. ഇവർക്ക് മുസ്ലിം ലീഗ് നിലനിന്നാൽ മതി, ആ പാർട്ടി ജയിച്ചാൽ മതി, അതാണ് അവരുടെ താല്പര്യം. അതിന് എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. അത് പറഞ്ഞപ്പോ അവർക്ക് വിശ്വസിക്കാൻ, അവർക്ക് അറിയാൻ കാര്യങ്ങൾ. അവർ പറഞ്ഞു ഏതായാലും നല്ലത് നടക്കട്ടെ. ഈ ഗവൺമെന്റ് ഇപ്പൊ അധികാരത്തിൽ വന്നുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ആ സമയത്ത് എന്താണ് ആദ്യം തന്നെ ഗവൺമെന്റിനെ പറ്റി പറഞ്ഞത്? ഇത് ന്യൂനപക്ഷങ്ങളുടെ ഗവൺമെന്റാണ്, ന്യൂനപക്ഷങ്ങളാണ് നമ്മുടെ ഇതിനെ നിയന്ത്രിക്കുന്നത്, ന്യൂനപക്ഷമാണ് നിയന്ത്രിക്കുന്നത്. മറ്റുള്ള ഭൂരിപക്ഷം പിന്നെ വെറുതെ നോക്കുകുത്തികളാണ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയല്ലേ ഇവിടെ ആദ്യത്തെ കംപ്ലൈന്റ് വന്ന ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇത്ര എണ്ണം മുസ്ലിങ്ങൾ, ഇത്ര എണ്ണം മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മീഡിയകളെല്ലാം കൂടി ഇങ്ങനെ ബഹളം വെച്ചിരുന്നത്. അത് കഴിഞ്ഞു. ഇപ്പൊ എന്താ പറയുന്നത്? ഈ ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. നിങ്ങൾ കണ്ടില്ലേ ഇമെയിൽ വിവാദം, അങ്ങനെ കുറെ വിവാദങ്ങൾ. എന്താ അതിനൊക്കെ കാരണം? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 72 അംഗങ്ങളാണ് ഇതിനുള്ളത്. 72 അംഗങ്ങളുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളല്ല ഈ 8 മാസം കൊണ്ട് നടത്തിയത്. ഒരു മുഖ്യമന്ത്രി 24 മണിക്കൂറുള്ളതിൽ 20 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി 4 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഉറങ്ങുക. അതന്നെ ഉറങ്ങുന്നുണ്ടോ പഠിച്ചെന്നറിയാം. അതിലടക്ക് മാത്രമേ ഉള്ളൂ, നമുക്കറിയില്ല എന്താണ്. ഫോൺ വരുന്നുണ്ടാവും. അതിന്റെ കൂടെ ഓടി നടക്കുന്ന മറ്റുള്ള 10-19 മന്ത്രിമാര്. എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ 5-8 മാസത്തിനിടയിൽ ഉണ്ടാക്കിയത്? സ്മാർട്ട് സിറ്റിയായി, വിഴിഞ്ഞം പദ്ധതിയായി, മെട്രോ റെയിലായി. ഇതൊക്കെ കാണുന്നില്ലേ ഈ മറ്റുള്ള എതിർ ഗ്രൂപ്പുകൾ? പാവപ്പെട്ട സാധാരണക്കാരായ യാതൊരു വളരെ പട്ടിണി കിടക്കുന്ന ആ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ 1 കിലോ അരി 25 ലക്ഷം കുടുംബങ്ങൾക്കാണ് കൊടുത്തത്. 1 കിലോ അരി, 1 കിലോ ₹1 അരി 25 കിലോ അരി ഒരു കുടുംബത്തിന്. അത് ചെറിയ ചില്ലറ കാര്യമാണ്. നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കി എത്ര സംഖ്യ ഉണ്ട്, എത്ര സബ്സിഡി കൊടുക്കുന്ന, അല്ലെങ്കിൽ എത്രയാണ് ഗവൺമെന്റ് വഹിക്കുന്നത്. 5 ലക്ഷം കാർഡ് ആണ് ഈ 7 മാസം കൊണ്ട് റേഷൻ കാർഡ് കൊടുത്തത്. സാധാരണക്കാരായ ആൾക്കാരുടെ എന്താ മെയിൻ ആവശ്യം? റേഷൻ കാർഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പാസ്പോർട്ടിന് ചോദിക്കുക, അത് വേറെ കാര്യം. ആദ്യം റേഷൻ കാർഡ്. 5 കൊല്ലം അവിടെ തന്നെ ഈ LDF ഭരിച്ചില്ലേ?
എത്ര കാർഡ് കൊടുത്തു? അതൊക്കെ കൂടി ചാക്കിൽ കെട്ടിയ താലൂക്ക് സപ്ലൈ ഓഫീസർ ഇങ്ങനെ കെട്ടി വെച്ചിരുന്നു. കാർഡ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിക്കാട്ട് സലാം പറഞ്ഞ മാതിരി മറുപടിയില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു 5 ലക്ഷം കാർഡുകൾ ആണ് പെട്ടെന്നാണ് കൊടുത്തത്. അന്തരിച്ച TM ജേക്കബിന്റെ പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. അപ്പൊ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യം അത് നടക്കുന്നു. വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നു, എല്ലാ സംഗതികളും നടക്കുന്നു. 72 ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം എന്ത് തന്നെയായാലും UDF തന്നെ ഭരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോ ഓരില്ലാത്ത ഒരപവാദങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഇമെയിൽ വിവാദം, അതാണ് മാറാട് വിവാദം. നിങ്ങൾ ഓരോരോ കാര്യം എടുത്തു നോക്കി, ആ വിവാദങ്ങളൊക്കെ പോയില്ലേ? ആ തുടങ്ങുമ്പോ അങ്ങോട്ട് പിന്നെ എല്ലാവരും കൂടി 9 മണിന്റെ ന്യൂസിൽ എല്ലാ ടെലിവിഷനും കൂടി വന്നിട്ട് അങ്ങോട്ട് പിന്നെ പറയും മുസ്ലിം ലീഗിനെ എതിർക്കുക, മുസ്ലിം ലീഗിനെ പോയിന്റ് ചെയ്തിട്ട് എതിർക്കുക. എന്താ കാര്യം? മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ് UDFിലെ ഏറ്റവും പ്രബല ശക്തി. ഇലക്ഷൻ നോക്കി നിങ്ങൾ കഴിഞ്ഞ 3 വർഷത്തെ ഇലക്ഷൻ, 3 പ്രാവശ്യത്തെ ഇലക്ഷൻ, പാർലമെന്റും അസംബ്ലി, അതുപോലെ തന്നെ അതിന് ശേഷമുള്ള നമ്മുടെ പിന്നെ അസംബ്ലി പഞ്ചായത്തും. ഈ അസംബ്ലിയിൽ 24 സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗ് 20 സീറ്റിൽ ജയിച്ചു. ഇല്ല, റെക്കോർഡല്ലേ? അത് ചെറിയ വോട്ടിനാ ജയിച്ചത്, വലിയ വലിയ വോട്ടിന്. അപ്പൊ കണ്ടില്ല ഇന്ന് പിന്നെ മെമ്പർഷിപ്പ് നമ്മൾ കൊടുത്തു KMCCയിൽ. ഇന്ന് മറ്റേ അവിടെ വെച്ചിട്ട് 8 ആൾക്ക് കൊടുത്തു. ആൾക്കാർ ഇങ്ങനെ മുസ്ലിം ലീഗിലേക്ക് വരിക. മുസ്ലിം ലീഗിലേക്ക് വരുന്നത് എന്താ? ഈ ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പാർട്ടിയാണെന്നുള്ള വലിയില്ല. ഇപ്പം നാട്ടിലൊക്കെ ചെല്ലുമ്പോ അവിടെ എന്റെ കൂടെ പിന്നെ LDFിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെ വരിക്ക് ഇങ്ങനെ അറേമത്തുള്ള നമ്മളെ പിന്നെ അബ്ദുറഹ്മാൻ പിന്നെ പുൽപ്പറ്റ, പിന്നെ KC അഷ്റഫ്, വലിയ വലിയ പ്രാസംഗങ്ങൾ, പിന്നെ ഷെരീഫ്, ഇവരെല്ലാവരും വരിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ്. മറ്റു നേതാക്കന്മാർക്ക് ഇപ്പൊ ഇരിക്കാൻ സ്ഥലമില്ല. KP പറഞ്ഞമാര് അവർ മുമ്പിൽ ഇരിക്കേണ്ട സ്ഥിതിയാണ്. കാരണം ഇത്രയധികം ആൾക്കാർ വന്നു. എന്റെ കൂടെ എത്ര ആൾ വന്നു? ഏരിയ കമ്മിറ്റി മെമ്പർമാർ, LC സെക്രട്ടറിമാര്, ബ്രാഞ്ച് സെക്രട്ടറിമാര്, മുൻ LC സെക്രട്ടറിമാര്, DYFIയുടെ. ഇത് ഈ പാർട്ടിയുടെ, അതായത് CPMന്റെ പാപ്പരത്വം മനസ്സിലാക്കിക്കൊണ്ടാണ്. അത് അവിടെ മാത്രമല്ല, എന്റെ മണ്ഡലത്തിലോ പെരിന്തൽമണ്ണയല്ല, മലപ്പുറം ജില്ലയിൽ പല ഭാഗങ്ങളും നടന്നു, കേരളത്തിൽ പല സ്ഥലത്തും നടന്നു. ധാരാളം ആൾക്കാർ മുസ്ലിം ലീഗിലേക്ക് വരിക. അപ്പൊ ആ പാർട്ടിയെ ഇല്ലാതാക്കണം. ആ പാർട്ടിയെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ UDFന്റെ ശക്തി കുറയും. അതിനുവേണ്ടിയുള്ള ശ്രമമല്ല നടത്തുന്നത്. ഇമെയിൽ വിവാദം എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല. ഇപ്പൊ 2 സെക്രട്ടറി, എന്തിനാണ് 2 സെക്രട്ടറി? ഒരു സെക്രട്ടറി അവിടെ വലിയ കുഴപ്പമാണെന്നുണ്ടെന്ന് പേപ്പറിലുള്ള, അതിന് മറ്റേ ന്യൂസിലുള്ള. മുസ്ലിം ലീഗിന് 1 സെക്രട്ടറി, 2 സെക്രട്ടറി ഉണ്ടാക്കണേ മനോരമ അല്ലെങ്കിൽ മറ്റേ ഇന്ത്യ വിഷനോ അല്ലെങ്കിൽ മറ്റേ വേറെ എന്തുള്ള ചാനലുകളല്ലല്ലോ. അത് മുസ്ലിം ലീഗിന്റെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്നതാണ്, അല്ലെങ്കിൽ ആദരണീയനായ ഹൈദരലി ശിഹാബ് തങ്ങൾ തീരുമാനിക്കുന്നതാണ്. പക്ഷെ പറയുന്നത് എന്താ? അവിടെ വലിയതാണ്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആ പാർട്ടി വളരെ നല്ല ഒരുമയോടുകൂടി, ഒരു സംശയമല്ല ഇതിനേക്കാൾ. കാരണം അതിനനുസരിച്ചുള്ള സംരക്ഷിക്കുക, പാവപ്പെട്ടവരെ സംരക്ഷിക്കുക. സമൂഹം നിൽക്കുമ്പോഴുണ്ടാവുന്ന ഒരു അസൂയ അല്ലെങ്കിൽ പ്രവാസികളുടെ പ്രശ്നം കണക്കാക്കാൻ പാടില്ല. അല്ലാതെ നമ്മൾ റിലീഫ് പ്രവർത്തനം
ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ സമർപ്പിക്കുന്നു.